ഹലോ, അതെയോ? ശരി. ആരാ ചേട്ടാ വിളിച്ചേ? പെണ്ണിന്റെ വീട്ടിൽ നിന്നാ വിളിച്ചത്. അവരെന്തോ പറഞ്ഞത്? ഈ കല്യാണം നടക്കത്തില്ലെന്ന് അവര് പറയുന്നത്. അവന് പെണ്ണോക്കി അങ്ങ് മടുത്ത് വേണ്ട കയറി വരുന്നു നിങ്ങടെ മോൻ. വന്നവൻ മോനെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവരെന്തു പറഞ്ഞു? മോനെ അവർക്ക് ബന്ധത്തിൽ താല്പര്യമില്ലെന്നാ പറയുന്നത്. പയ്യന് ഇത്തിരി പ്രായം കൂടി പോയെന്ന്. ഇങ്ങനെ അടുത്താണോ എന്റെ വയറ്റി പറഞ്ഞത്? ഒരു പെണ്ണിനെ പോലും പ്രേമിക്കാൻ നിനക്ക് കഴിവില്ലല്ലോടാ. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഞാൻ കഴിവില്ലാത്തവനായില്ലേ? കൊള്ളാം. നീ എന്തിനാടി അങ്ങനെയൊക്കെ പറയാൻ പോയത്? പിന്നെ ഞാൻ എന്താ പറയണത്? നീ ഒറ്റയൊരുത്തി അവനെ ഇങ്ങനെ ആക്കിയത്. ഞാൻ എന്താ ചെയ്ത്? നീയോ? അവൻ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരോടൊന്ന് കളിക്കാൻ നീ സമ്മതിച്ചിട്ടില്ല. ഒരു സിനിമയ്ക്ക് പോകാൻ സമ്മതിക്കത്തില്ല. എന്തിനാ? ഒരു പെങ്കൊച്ചോട് സംസാരിക്കാൻ പോലും സമ്മതിക്കത്തില്ല. ഒരു പെണ്ണ് ഫോൺ വിളിച്ചതുകൊണ്ട് എന്തൊക്കെ പുകലാടി ഇവിടെ നീ ഉണ്ടാക്കി. എന്നിട്ടായി ഈ ന്യായം പറയുന്നത്. എടീ, മാതാപിതാക്കൾ പറയുന്ന കേട്ട് മറ്റൊന്നിലും പോയി ചാടാതെ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി നേടിയ എല്ലാ ആമ്പിളൊരു വിശ്വാസമുണ്ട്. സമയമാകുമ്പോൾ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി കൊടുക്കുന്നുള്ള വിശ്വാസം. ഒരു വിഷമമായി കാണൂല്ലേ? സാരമില്ല, നമുക്ക് അവരോട് സംസാരിക്കാം. ആരോ വന്നെന്ന് തോന്നുന്നു, ഒന്ന് പോയി നോക്കിയേ. ചേട്ടാ ഇതേതാടാ ഈ പെങ്കൊച്ച്? അമ്മേ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടോ. ഇതാ ഉങ്ക അമ്മാവാ. ഞാൻ നിങ്ങളോടൊക്കെ പിണങ്ങി തമിഴ്നാട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു ചായ കുടിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ തെങ്കാശിൽ ഇറങ്ങി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് വട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പഴേ ഞാൻ തൂക്കിയില്ലേ. அம்மா சும்மா சொல்லக்கூடாது. உங்க மகனுக்கு என்னோட வடை ரொம்ப பிடிச்சிருக்கு. തമിഴ് പെണ്ണോ? നിങ്ങളൊക്കെ അല്ലേ പറഞ്ഞ് നീ കഴിവില്ലെന്ന്. ഇപ്പൊ കണ്ടോ എന്റെ പൊണ്ടാട്ടിയെ. என்னண்ணா நாம இன்னுം இங்கே நிக்கிறேன். வாங்கண்ணா നമുക്ക് ഉള്ള പോലെ. രണ്ടുപേരും അനുഗ്രഹിക്കണം. എവിടെ അങ്ങോട്ട് ഇടിച്ചു കയറി പോകുന്നത്? നമ്മളീ നാട്ടുകാരോട് എന്തോ പറയും. നിനക്ക് അങ്ങനെ തന്നെ വേണം. ഓ, കഴിവേ